ഹലോ എവ്രി വൺ, ഞാൻ ജ്യോതിക നിതിൻ. ടോക്ക് വിത്ത് ജിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ്. എപ്പോഴും ഞാൻ ഇത് തന്നെയാണ് പറയാറല്ലേ, പക്ഷെ ഇത് വളരെയധികം സ്പെഷ്യലാണ്. കാരണം ഒന്ന്, കണ്ണൂർക്കാരനാണ്. മാത്രമല്ല, ഈ അടുത്തിറങ്ങിയ പല സിനിമകൾ, അതായത് ഓട്ടോറിക്ഷ എന്ന 2018 ഇറങ്ങിയ സിനിമ തുടങ്ങി കനകം കാമിനി കലഹം, 18+, എന്നാത്താൻ കേസുകോട്, ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം, ഈ സിനിമകളിലൊക്കെ ലിറിക്സ് എഴുതിയിട്ടുള്ള ഒരു വൺ ഓഫ് ദ ഫേമസ് ലിറിസിസ്റ്റിനെയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് മോർ ഓവർ, ഹീസ് എ ടീച്ചർ ബൈ പ്രൊഫഷൻ ആൻഡ് എ ലിറിസിസ്റ്റ് ബൈ പാഷൻ. സോ ലെറ്റ് മീ വെൽക്കം മിസ്റ്റർ വൈശാഖ് സുഗുണൻ. ഹലോ സർ, സുഖമല്ലേ? സുഖമായിട്ടോ. ഞാൻ പാട്ട് ഫീൽഡിൽ ഇതിനു മുൻപ് ഒരു പാട്ടുകാരിനെ ടോക്ക് വിത്ത് ജിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ലിറിസിസ്റ്റിനെ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. ഭാഗ്യാസെ. അപ്പം സാറിന്റെ പേര് എനിക്ക് സുപരിചിതമായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബേങ്കി ബേങ്കി ബൂ എന്ന് പറഞ്ഞിട്ടൊരു കണ്ണൂർ സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സൈനറ ഫിലിപ്പാണ് അതിന്റെ പാട്ട് പാടിയത്. സൈനറ ഫിലിപ്പും കണ്ണൂർക്കാരിയാണ്. അപ്പൊ പാട്ട് കുറച്ചുകൂടെ സ്പെഷ്യലാണ്. മോർ ദാൻ എൻ്റെ സൂപ്പർ സീനിയർ കൂടിയാണ്. ഞാൻ സെന്റ് തെരേസാസിലായിരുന്നു പഠിച്ചത്. അപ്പൊ അവിടുത്തെ സൂപ്പർ സീനിയർ ആണ്. അപ്പം ആ പാട്ട് നമ്മൾ എല്ലാവരും കേൾക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് വോക്കൽസ്, പിന്നെ ഉള്ളത് അതിന്റെ ട്യൂൺ, ഒരു റിതം ഉണ്ട്. പിന്നെ ഞാൻ നോക്കിയത് ഈ ലിറിക്സ് ആരാണ് എഴുതിയത് എന്നുള്ളതായിരിക്കുമല്ലോ. കാരണം നമ്മളെപ്പോഴും കൊളോക്കിയലായിട്ട് ഉപയോഗിക്കുന്ന ആ ഓരോ സ്ലാങ്സിന് വെച്ചിട്ട് ഒരു പാട്ടുണ്ടാക്കി. അങ്ങനെയാണ് സാറിന്റെ പേര് കാണുന്നത്. പക്ഷെ എന്നാലും സാർ ആരാണെന്ന് അറിയില്ല. കാരണം എപ്പോഴും അങ്ങനെയാണല്ലോ, ഈ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ പേര് നമുക്കറിയില്ല, പക്ഷെ അവരുടെ വർക്ക് എപ്പോഴും വളരെയധികം ഫേമസ് ആയിരിക്കും. അതിനുശേഷം ഞാൻ സാറിന്റെ ഒരു വർക്ക് കാണുന്നതെന്ന് വെച്ചാൽ, നമ്മൾ റിട്ടേൺ സോങ് എന്ന് പറഞ്ഞിട്ട് കോവിഡ് കാലത്ത് ഇറങ്ങിയ ഒരു പാട്ടുണ്ടായിരുന്നു. അത് വിനീത് ശ്രീനിവാസനാണ് പാടിയത്. അതിലും ഞാൻ ലിറിക്സ് നോക്കിയപ്പോൾ സാറിന്റെ കണ്ടു. പക്ഷെ ഫിലിംസിൽ ഈ ഇടയ്ക്കാണ് സാറിന്റെ പേര് ഞാൻ വളരെയധികം പേരെടുത്ത് ഞാൻ കണ്ടത്. അപ്പം ഓട്ടോറിക്ഷ എന്ന സിനിമ തൊട്ട് തുടങ്ങി. അതിനുശേഷം ഇപ്പം ലേറ്റസ്റ്റ് ആയി റിലീസ് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷമാണ്. എങ്ങനെയുണ്ട് ആ ഒരു സിനിമ ജേണി? സിനിമയിലേക്ക് വരണം എന്നുള്ള താല്പര്യം ചെറിയ പ്രായം തൊട്ടേ ഉണ്ടായിരുന്നു. കോളേജ് പഠിക്കുന്ന കാലം തൊട്ട് സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സിനിമയിലെ ഗാനരചന എന്ന് പറയുന്ന ഫീൽഡിലേക്ക് വരണം എന്നായിരുന്നു ആഗ്രഹം. കാരണം കൈതപ്പുറം പോലുള്ള മഹാരഥന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ എഴുതി വെച്ചത് എത്രയോ വലിയ വലിയ പാട്ടുകൾ നമുക്ക് മുന്നിലുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് മുന്നേ ആദ്യം ജനങ്ങളെ മുന്നിൽ എത്തുക പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരി, ജോൺസൺ മാഷ്, അങ്ങനെയൊക്കെയുള്ള കോംബോ ഒക്കെ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് വലിയ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ കൈതപ്പുറം, പിന്നെ ജോൺസൺ മാഷ്, ഗിരീഷ് പുത്തഞ്ചേരി, പിന്നെ വിദ്യാസാഗർ, അങ്ങനെയൊക്കെയുള്ള പേരുകൾ കാണുമ്പോൾ ഈ ടീമിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ടീമിനൊപ്പം നമ്മുടെ പേര് ഏതെങ്കിലും ഒരു കാലത്ത് വരുമോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പയ്യന്നൂരിൽ നിന്ന് സിനിമയിലേക്ക് വലിയ ദൂരം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് പിന്തുണ തരാനൊന്നും ആ സമയത്ത് ആൾക്കാരില്ല. പിന്നെ നമ്മുടെ കൂട്ടുകാരൊന്നും ഇങ്ങനെ സിനിമാ മേഖലയിലില്ല. അപ്പം അങ്ങനെയാണ് സുധി നടൻ സുധി പയ്യന്നൂർ കോളേജ് ഞങ്ങളുടെ സൂപ്പർ സീനിയർ ആയിരുന്നു. സുധീഷേട്ടൻ ആ സമയത്ത് ഒരുപാട് ലാജൂസിലൊക്കെ ഒരുപാട് സിനിമകളിൽ ചെയ്ത് ഒരു നടൻ എന്നുള്ള രീതിയിൽ പേരെടുത്ത ആളായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാരോട് പിന്നെ ചാൻസ് ചോദിക്കുന്ന കൂട്ടത്തിൽ സുധീഷേട്ടനോട് കൂടി ചോദിക്കുന്നു. അപ്പോൾ സുധീഷേട്ടനാണ് ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വാതിലായിട്ട് അല്ലെങ്കിൽ വാതിൽ തുറക്കുന്ന ഒരു അവസരം തരുന്നത്. ഇപ്പോൾ സുജിത്ത് വാസുദേവ്, നമ്മുടെ ലൂസിഫറിന്റെ ഒക്കെ സിനിമ, സുജിത്ത് വാസുദേവിന്റെ സിനിമയായിരുന്നു അനുശ്രീ നായികയായിട്ട്. അത് കണ്ണൂരായിരുന്നു ഇതിന്റെ ഷൂട്ട്. അതിലൊരു കണ്ണൂർ സ്ലാങ്ങിലുള്ള പാട്ട് വേണം എന്നുള്ള രീതിയിലാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ അതൊരു കണ്ണൂർക്കാരനായതുകൊണ്ട് എനിക്ക് കിട്ടിയ പാട്ടാണ്. അപ്പൊ അങ്ങനെ അതിലൊരു പാട്ട് എഴുതി കൊടുക്കുന്നു. അതിനുശേഷം മറ്റൊരു പാട്ടിന് കൂടെ എന്നെ വിളിക്കുന്നു. അങ്ങനെ 2 പാട്ടായിട്ടാണ് ആ സിനിമയിലേക്ക് ഞാൻ വരുന്നത്. ശരത് സാറാണ് മ്യൂസിക് ചെയ്യുന്നത്. നമ്മുടെ പവിത്രം പോലെയുള്ള സിനിമയിലൊക്കെ മ്യൂസിക് ചെയ്ത, നമ്മളൊക്കെ റിയാലിറ്റി ഷോയിലൊക്കെ കണ്ട് പരിചയമുള്ള ശരത് സാറ് ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ അതാണ് സിനിമയിലേക്ക്, നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ തുടക്കം അതാണ്. സുധീഷേട്ടനാണ് സിനിമയിലേക്ക് എനിക്കൊരു ചാൻസ് തരുന്നത്. അതിനുശേഷം നേരത്തെ പറഞ്ഞ റിട്ടേൺ എന്ന് പറയുന്ന പാട്ടും സുധീഷേട്ടൻ്റെ വർക്കാണ്. റിട്ടേൺ ഇപ്പോൾ കോവിഡ് കാലമാണ്, നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം, എല്ലാവരും ആകെ പ്രയാസത്തിലുള്ളത്, ഡെസ്പായിട്ടുള്ള സമയത്ത് ഇതൊക്കെ നമ്മൾ അതിജീവിക്കും, നമ്മൾ നല്ലൊരു കാലം വരും എന്നുള്ളൊരു പ്രതീക്ഷ കൊടുക്കണം. കുറേ ആൾക്കാർ മാനസികമായി തകർന്നു, ആത്മഹത്യയുടെ വക്കിലെത്തി, ജോലി പോയി, കുടുംബമൊക്കെ വളരെ പ്രശ്നത്തിലായി. അപ്പോൾ അങ്ങനെയാണ് ആ പാട്ട് വരുന്നത്. അപ്പോൾ സുധീഷേട്ടൻ നമുക്ക് ചെയ്യാം. പിന്നെയാണ് നമ്മുടെ ബിടെക്കിൻ്റെ ഒക്കെ ഡയറക്ടറായ മൃദുലേട്ടൻ ഇതിൻ്റെ ഡയറക്ഷൻ ടീമിലേക്ക് വരുന്നത്. മണികണ്ഠൻ അയ്യപ്പ, മെക്സിക്കൻ അപാരതയൊക്കെ ചെയ്തിട്ടുള്ള മണികണ്ഠൻ അയ്യപ്പ മ്യൂസിക് ചെയ്യുന്നു.
അങ്ങനെ ആ സമയത്ത് ആ പാട്ട് എല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു. നമ്മൾ ഇക്കാലം മാറും, നമ്മുടെ കാലക്കേടുകൾ കഥയാകും, നാം ഒന്നായി കൂടിയിരിക്കും, നാളെത്തും. നമ്മൾ ഇന്ന് ഇരിക്കുന്നത് പോലുള്ള ഒരു ഇരുത്തൊന്നും അന്ന് സ്വപ്നം കണ്ടിരുന്നില്ല. അപ്പൊ അതായിരുന്നു അതിലേക്ക് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിലേക്ക് വരുന്നത് ഓട്ടോറിക്ഷ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ രതീഷേട്ടന്റെ കനകം കാമിനി കലഹമായിരുന്നു, നിവിൻ പോളി സിനിമ. അതില് ഈ പാട്ട് സിനിമക്കകത്ത് പിന്നെ ഉണ്ടായിരുന്നില്ല, OTT ഇറങ്ങിയത്. പിന്നീട് ടെലിവിഷനിൽ വന്നപ്പോഴാണ് പാട്ട്. അത് കഴിഞ്ഞാണ് പിന്നെ എന്നാ താൻ കേസ് രതീഷേട്ടന്റെ ടീം തന്നെയാണ് അടുത്ത സിനിമ കുഞ്ചാക്കോ ബോബന്റെ. അതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. കുഞ്ചാക്കോ നമ്മുടെ പാട്ടിന് കുഞ്ചാക്കോനൊക്കെ നമ്മളെ വളരെ ചെറുപ്പത്തിലെ കണ്ട് അനിയത്തിപ്രാവ് തൊട്ട് കണ്ട ആള് നമ്മുടെ പാട്ട് പാടുക അല്ലെങ്കിൽ പാട്ട് പാടി അഭിനയിക്കുക എന്നുള്ളത് വലിയ സന്തോഷമായിരുന്നു. അതിങ്ങനെ വന്ന വർഷങ്ങൾക്ക് ശേഷം എത്തി 18+ മദനോത്സവം. അതും രതീഷേട്ടന്റെ ടീം തന്നെയായിരുന്നു. സുധീഷ് ഗോപിനാഥ് സുധീഷേട്ടനായിരുന്നു. രതീഷേട്ടന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള സുധീഷേട്ടന്റെ വർക്കായിരുന്നു. സുരാജേട്ടൻ അതിൽ എൻ്റെ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്, ഒരു റാപ്പ് സോങ് ഒക്കെ സുരാജേട്ടനെ പാടുന്നത്. അപ്പൊ അങ്ങനെ അതിലൊരു 7 പാട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിലാണ് ക്രിസ്റ്റോ സേവിയർ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ ആദ്യമായിട്ട് വരുന്നു. നമ്മുടെ ബ്രഹ്മയുഗത്തിലൊക്കെ മ്യൂസിക് ചെയ്തിട്ടുള്ള. എന്നാത്താൻ കേസുകളിലൊക്കെ ഡോൺ വിൻസെന്റ് ആയിരുന്നു. ഡോണിന്റെ കൂടെയാണ് ഇപ്പോ സുരേഷിന്റെയും സുമലതയുടെയും പടം ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ട് വരുന്ന സിനിമകളാണ്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ചിത്ര ചേച്ചിയാണ് പാട്ട് പാടിയിട്ട് ജീവിതഗാഥകളെ എന്ന പാട്ട് പാടിയിരിക്കുന്നത് ചിത്ര ചേച്ചിയാണ്. ആ പാട്ട് തന്നെ ഭയങ്കര, എനിക്കൊന്നും ഓരോ ലിറിക്സ് ലൈക്ക് ഓരോ വരിയിലും ഭയങ്കര ഒരു എന്താ പറയാ ഇന്നർ മീനിങ്ങും ആ ഡെപ്തും എല്ലാം ഉണ്ട്. ചിത്ര ചേച്ചി പാടുമ്പോൾ കുറച്ചും കൂടെ ഒരു ലൈക്ക് ഒരു സോൾ കിട്ടും. അതാണ് ആ പാട്ടിന്റെ ഒരു ഇത്. ഓക്കെ, അപ്പൊ അതാണ് സിനിമ ജേർണിയെ പറ്റിയിട്ട്. സാർ, അപ്പം ബാക്ക് ടു ഞാൻ ഈ ബേങ്കി ബൂം അതിലേക്ക് തന്നെ വരികയാണ്. അപ്പം നമ്മൾ കണ്ണൂരിൽ നിന്ന് പറയുമ്പോൾ, നമ്മൾ നാടിനെ പറ്റി പറയുമ്പോൾ, ഞാൻ പഠിച്ചത് കോളേജൊക്കെ പഠിച്ചത് ട്രിവാൻഡ്രത്താണ്. അപ്പൊ അവിടുത്തെ എൻ്റെ ഒരു ഇരട്ടപ്പേര് എന്ന് പറയുന്നത് ബോംബോളി എന്നാണ്. അതായത് ഞാൻ കണ്ണൂരിൽ നിന്ന് വരികയാണ്, അപ്പൊ ബോംബ് കൊണ്ടുവരുന്നതാണ്, അത് അവളുടെ ബാഗിൽ ബോംബ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ എനിക്കൊന്ന് മറ്റു ജില്ലകളൊക്കെ നമ്മളിങ്ങനെ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്, അപ്പോൾ ബാഗിലൊരു ബോംബ് അല്ലെങ്കിൽ ഒരു കത്തി, ഒരു കൊടുവ, ഇത് ഇങ്ങനെ ഒരു എപ്പോഴും ഒരു വയലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തീമാണ് കണ്ണൂരിൽ നിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുക. പക്ഷെ നമുക്കറിയാം കണ്ണൂർ എത്രത്തോളം അടിപൊളിയാണെന്നും. ഇപ്പൊ അൺനോൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ വന്നാൽ അവരെത്രത്തോളം നമ്മൾ സൽക്കരിക്കും, അവരെ മൊത്തം നമ്മൾ ഭക്ഷണം ആയിക്കോട്ടെ എന്തും നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും. അപ്പൊ അങ്ങനത്തെ നന്മ നിറഞ്ഞ കാര്യങ്ങളാണ് സാറിന്റെ വരികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കണ്ണൂർക്കാരനായതിൽ പ്രൗഡ് ആയിട്ടായിരിക്കൂലേ സാർ ആ ലിറിക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടാവുക? ഓട്ടോറിക്ഷ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ടാണ് സൈനോരെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ ഈ ഒരു മ്യൂസിക് ആദ്യം നമുക്ക് തന്നു. എന്നിട്ട് പിന്നെ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ കണ്ണൂരിൻ്റെ ഒരു ഡാർക്ക് സൈഡാണ് നേരത്തെ പറഞ്ഞത് എല്ലാവരും പറയുന്നത്. അപ്പൊ അതല്ല, എവിടെയാ പോകുന്നത്, എന്താ കഴിച്ചത്, ആദ്യം നമ്മൾ ചോദിക്കുന്നത് അതാണ്. ഭക്ഷണം കഴിച്ചോ, സുഖാണോ? അപ്പൊ അങ്ങനെ കണ്ണൂരിൻ്റെതായിട്ടുള്ള എല്ലാ മൊഞ്ചും കണ്ണൂരിന്റെ എല്ലാ ഭംഗിയും അവതരിപ്പിക്കാൻ നമുക്ക് ഈ പാട്ടിലൂടെ സാധിക്കണം. അതായിരുന്നു ആഗ്രഹം. അപ്പൊ അതുപോലെ തന്നെ ഈ പാട്ട് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ കണ്ണൂര്, പയ്യാമ്പലം, തലശ്ശേരി, അങ്ങനെ കണ്ണൂരിൻ്റെതായിട്ടുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പിന്നെ ഭാഗത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചു. ഇത് പിന്നെ മീഡിയയിലൊക്കെ വളരെ നെഗറ്റീവായിട്ട് വന്ന ഒരു ഷെയ്ഡ് ഉണ്ട് കണ്ണൂരിൽ. പാർട്ടി പിന്നെ തലത്തിലുണ്ടാവുന്ന സംഘർഷങ്ങള്, പ്രയാസങ്ങള്. അപ്പൊ അതിനപ്പുറത്ത് ഒരു സ്നേഹത്തിന്റെ ഒരു കണ്ണൂരുണ്ട്. കണ്ണൂർ വന്നു പോയവർക്ക് അറിയാം, അല്ലെങ്കിൽ കണ്ണൂർ ഇപ്പൊ ജോലി ആവശ്യത്തിന് കണ്ണൂർ മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഒരു കണ്ണൂരിനെ പ്ലേസ് ചെയ്യാൻ നമുക്ക് പാട്ടിലൂടെ സാധിക്കുക. നല്ലൊരു മ്യൂസിക് ആയിരുന്നു. മ്യൂസിക്കിന്റെ മുകളിൽ ഇങ്ങനെ എന്താ പറയാ, നമ്മുടെ കേക്കിന്റെ മുകളിലൊക്കെ ചെറിയൊക്കെ വെക്കുന്ന പോലെ ചെറിയ പണിയേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ലിറിക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ സൈനോരുടെ കൂടെ അത് വർക്ക് ചെയ്യുക, കാരണം അവര് കണ്ണൂർക്കാരി ആയതുകൊണ്ട് കണ്ണൂരിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ ബംഗിയൊക്കെ ശരിക്കും പറഞ്ഞാൽ സൈനോരയുടെ ഒരു വലിയൊരു സംഭാവനയായിട്ടാണ് അത് വന്നത്. കാരണം ഇങ്ങനെ നമുക്ക് ഈ പരിപാടി പോകാം, ഇങ്ങനെ തുടങ്ങി. കാരണം നമുക്ക് അത്രയും കേട്ടാ മനസ്സിലാവുന്ന ഒരു വാക്കാണ് കണ്ണൂർക്കാർക്ക്. പക്ഷെ പുറത്തുള്ള ആൾക്ക് ഇതെന്താണ് സംഭവം എന്നുള്ളത് മറ്റുള്ളവർ വിചാരിക്കുന്നത് എന്തോ ഒരു പുറത്തുള്ള ഒരു ആർട്ടിഫിഷ്യൽ വേർഡാന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം വേഗം ഇറങ്ങൂ ബസ് എന്നൊക്കെ കണ്ടക്ടേഴ്സ് പറയുന്ന ഒരു അല്ലെങ്കിൽ കിളി പറയുന്ന ഒരു വേർഡാണത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കണ്ണൂർ സ്ലാങ്ങിന് അത് ആ ഒരു പാട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ സാറിന് അപ്പം ഈ കവിതാ രചന അല്ലെങ്കിൽ ഗാനരചന എന്നൊക്കെ വരുമ്പോൾ കവിത ഇതിനു മുൻപ് രചിച്ചിട്ടുണ്ടോ?
സാറിന് ഒരുപാട് കവിതകൾ ആഴ്ചപ്പതിപ്പിലൊക്കെ പബ്ലിഷ് ചെയ്തതായിട്ട് അറിയാം. അപ്പം ഈ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, കവിത രചിക്കാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അതൊക്കെ പണ്ടോട്ടേ ഉണ്ടായിരുന്നു? അത് ചെറിയ ക്ലാസ് തൊട്ട് UP ക്ലാസ് തൊട്ട് തന്നെ എന്തെങ്കിലും ഈ ടീച്ചേഴ്സ് തരുന്ന വർക്കുമായി വന്നു. എനിക്ക് മലയാളം ക്ലാസ്സിൽ ഭയങ്കര ഇഷ്ടമാണ് ഇരിക്കാൻ. മലയാളം ടീച്ചേഴ്സിൻ്റെതായിട്ടുള്ള ഒരു ഒരു പ്രത്യേകതയാണോന്ന് അറിയില്ല. മലയാളം ക്ലാസ്സിൽ ഇരിക്കുക, പിന്നെ എന്തെങ്കിലും എഴുതാൻ തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ യാത്രാവിവരണം എഴുതാൻ തന്നാൽ അല്ലെങ്കിൽ ഒരു കവിത എഴുതാൻ തന്നാൽ ടീച്ചേഴ്സിനെ കാണിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ അതുവഴി കുറച്ച് കവിതകൾ എഴുതി ടീച്ചേഴ്സിനെ കാണിച്ച് അവരുടെ അഭിപ്രായങ്ങൾ വാങ്ങിച്ച് പിന്നെ +2 പഠിക്കുമ്പോൾ കഴിഞ്ഞാലും മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എടുത്തു. വലിയ ഇഷ്ടമാണ് ആ ക്ലാസ്സിൽ പോയി ഇരിക്കാൻ, വലിയ സന്തോഷമാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡ് അതായിരുന്നു. അപ്പോൾ അവിടെ പോയി പിന്നെ ഒരു യാത്രാവിവരണമൊക്കെ എഴുതാൻ തന്നിരുന്നു. എല്ലാവരും ഊട്ടിയിൽ പോയതും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയ യാത്രാവിവരണമായിരുന്നു. ഞാൻ എഴുതി എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയതായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഒരു 10-14 പേജോളം ഞാൻ എഴുതി. അപ്പോൾ അന്ന് അതെൻ്റെ സാറ് ക്ലാസ്സിൽ നിന്ന് വായിപ്പിച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വീടിൻ്റെ ഒരു ചരിത്രം തൊട്ട് ഞാൻ ആ വഴികളുടെ ചരിത്രം ഒടുവിൽ ആ സ്കൂളിൻ്റെ ചരിത്രത്തിലേക്ക് വരെ എത്തിയിട്ട് അങ്ങനെ എഴുതാം. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു എഴുതാൻ. പിന്നെ കോളേജിലൊക്കെ എത്തിയപ്പോൾ ആനുകാലികങ്ങളിലൊക്കെ എഴുതുമായിരുന്നു. ഇങ്ങനെ മാതൃഭൂമിയിലൊക്കെ കവിത വന്നു. അപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കവിത വരുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ഞങ്ങളെപ്പോലെ പുതിയ ആൾക്കാരുടെ കവിത വരിക. അപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ മെയിൻ അല്ലാതെ പ്രധാനപ്പെട്ട കവികളൊക്കെ എഴുതുന്ന ഒരു ഭാഗത്തിന്റെ കവിത വന്നു. അത് ഭാരതസിംഹം എന്നായിരുന്നു അതിന്റെ പേര്. അതെ, ആ കവിതയ്ക്ക് ഒരു ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അതായത് എപ്പോഴും ഞാൻ കണ്ടത് വെച്ചിട്ട്, എനിക്കറിയില്ല, എന്റെ അറിവിലായിരിക്കാം, പരിസ്ഥിതി പ്ലസ് സിനിമ, ഈ ഒരു തീമിലാണ് ആ ഒരു കവിത ഉള്ളത്. എന്തുകൊണ്ടാണ് ആ ഒരു തീം എടുക്കാൻ കാരണം? കാരണം എപ്പോഴും ഒന്നുകിൽ പരിസ്ഥിതി റിലേറ്റഡ് ആയിട്ടുള്ള കവിതകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കവിതകൾ കണ്ടു. ഇത് രണ്ടും ഈ ഒരു മിക്സ്ചർ കുറച്ച് യുണീക്ക് അല്ലേ? എനിക്ക് ഞാൻ തന്നെ അതിനൊരു പേരിട്ട് ഇങ്ങനെ വിളിക്കുമായിരുന്നു, ഫിലിം ഇക്കോളജി എന്ന് പറഞ്ഞിട്ട്, വെറുതെ തമാശക്കായിട്ട് ഫിലിം പ്ലസ് ഇക്കോളജി. അതായത് ഈ നരസിംഹ സിനിമ ഞാൻ ഒരുപാട് തവണ, അതായത് എൻ്റെ ഒരു ചേട്ടനുണ്ട്, ചേട്ടന് ഈ മോഹൻലാൽ സിനിമകൾ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ തറവാട്ട് വീട്ടിലൊക്കെ കൂടുമ്പോൾ നരസിംഹം, ആറാം തമ്പുരാൻ, പിന്നെ അതുപോലെ ദേവാസുരൻ, ഈ 3 സിനിമകൾ നിർബന്ധമായിട്ട് ഞങ്ങളെ കാണിക്കും. ഇത് കഴിഞ്ഞാൽ മാത്രമേ ഉറങ്ങാൻ പറ്റൂ. അത് മിക്കവാറും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇരിക്കുമ്പോൾ ഇത് കാണും. അപ്പോൾ അതിൽ ഓരോ സീനും എനിക്ക് ബൈഹാർട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അതിനൊന്ന് ആവിഷ്കരിക്കാൻ ശ്രമിച്ചതാണ്. അതായത് ഇദ്ദേഹം വരുമ്പോൾ പിറകിൽ സിംഹം വരുന്നു. സിംഹം കാട്ടിൻ്റെ നായകനാണ്, രാജാവാണ്. ഇദ്ദേഹം കുളത്തിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം മദ്യപിക്കാറ്, വളരെ പ്രകൃതിയോട്. പിന്നെ ഇദ്ദേഹം ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ചെരുപ്പൊക്കെ ഊരി വെച്ച് ഭൂമിയൊക്കെ പൂജിച്ച്, അപ്പോൾ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇയാൾ ഫൈറ്റൊക്കെ നടത്തുമ്പോൾ മാർക്കറ്റിൽ വെച്ചിട്ടാണ് അടി കൂടുക. പിന്നെ ഇദ്ദേഹം സിനിമയിൽ ആദ്യം വരുന്നത് ഭാരതപ്പുഴയെന്ന് വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നൊരു കഥാപാത്രമായിട്ടാണ്. അപ്പോൾ ഭാരതപ്പുഴ ഇദ്ദേഹത്തിന് വലിയ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഈ ഭാരതപ്പുഴയെ നശിപ്പിക്കാനാണ് മണപ്പള്ളി പവിത്രൻ ശ്രമിക്കുന്നത്, നമ്മുടെ NF വർഗീസ് ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പുഴയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദുചൂടൻ അവതരിക്കുന്നത്. ഒടുവിൽ ഇന്ദുചൂടൻ ഈ പുഴയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ദുചൂടൻ്റെ പരിശ്രമങ്ങൾ വെറുതെ ആവാൻ പാടില്ല. ഓരോ ചൂടുകാലം വരുമ്പോഴും നമ്മൾ ഭാരതപ്പുഴ വറ്റി കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഇന്ദുചൂടൻ വന്നിട്ട് ഈ ഭാരതപ്പുഴയ്ക്ക് ഒരു പുനർജന്മം കൊടുത്തിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ കിറുക്കൻ ചിന്തയിലാണ് അപ്പോൾ ആ കവിത വരുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് സിനിമയുമായി റിലേറ്റ് ചെയ്ത്, അത് സിനിമാ മോഹം ഉള്ളിലുള്ളതുകൊണ്ടാണ് പറഞ്ഞ പോലെ. പിന്നെ നമ്മുടെ പഠനകാലത്തൊക്കെ ഉള്ള പരിസ്ഥിതി ബോധവും ഉണ്ട്. പരിസ്ഥിതി ആവശ്യമാണ്, ബഷീർ എന്നൊക്കെ വായിക്കുമ്പോഴും ഇതൊക്കെ നമ്മുടെ ഭൂമിയുടെ അവകാശികൾ. അപ്പൊ അങ്ങനെയാണ് ഇത് വരുന്നത്. എനിക്ക് തന്നെ ചിരി വരും ചിലപ്പോൾ, ഇത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചിന്തിക്കുമോ, അല്ലെങ്കിൽ ഇത് മണ്ടൻ ചിന്തയാണോ? പക്ഷെ അത് മാതൃഭൂമിയിൽ വന്നു ആ കവിത. അതിനുശേഷം ആ ടൈപ്പ് കവിതകളൊക്കെ എഴുതി. പിന്നെ സിനിമാ പാട്ടിലേക്ക് വരുന്നത് എൻ്റെ ഈ ചെറുപ്പം തൊട്ടേയുള്ള ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്പുറമൊക്കെ തന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ കാരണം കവിതകൾ എഴുതും. പിന്നെ അതായത് നമുക്ക് ഒളിച്ചിരുന്ന് പെയിന്റ് അടിക്കാൻ പറ്റുന്ന ഒരു പരിപാടി എന്നൊക്കെ ഇതിന് ഞാനിതിനെ കാണാം. കാരണം നമ്മൾ മുഖ്യധാരയിൽ വരേണ്ട ആവശ്യമില്ല. നമ്മൾ കവിതകൾ നമ്മൾ എഴുതുക, കൊടുക്കുക, അതാരെങ്കിലും പാടി വരുമ്പോൾ ഉണ്ടാവുന്ന ഭംഗി ആസ്വദിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ചിത്ര ചേച്ചിയൊക്കെ അത് പാടും. സ്വപ്നത്തിൽ പോലും കരുതിയില്ല എൻ്റെ ഒരു പാട്ട് ചിത്ര ചേച്ചി പാടും. അപ്പോൾ അത് വിനീത് ശ്രീനിവാസൻ്റെ സിനിമയിലൂടെ സാധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ജീവിതകഥകൾ അങ്ങനെയായിരുന്നു. അതായത് നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാവണം, അല്ലെങ്കിൽ തളർന്ന് വീണാലും എഴുന്നേൽക്കും. അപ്പം അങ്ങനെ എന്നോട് പറഞ്ഞത് ഒരു മുദ്രാവാക്യം പോലെയുള്ള ഒരു സാധനമാണ്.
അത് പാടി കേട്ടപ്പോൾ വലിയ സന്തോഷം. അപ്പൊ ഈ ഗാനരചനയുടെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, പ്രോസസ് ഓഫ് റൈറ്റിംഗ്. ഞാൻ ഈ ഇടയ്ക്ക് വിനീത് ശ്രീനിവാസന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു, അതിൽ സാറിന് മെൻഷൻ ചെയ്തിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിൽ ഒരു ബെഡിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഞാൻ പകുതി സമയം വൈശാഖിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഇവൻ അവിടുന്ന് ഫോണിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യും വൈശാഖ്, എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കും. അപ്പം ഞാൻ വൈശാഖിനെ നോക്കുന്നതെന്ന് കാണുമ്പോൾ തിരിഞ്ഞിരിക്കും. ഒരു വരി പോലും നമ്മളോട് പറഞ്ഞു തരില്ല. അവിടുന്ന് തൊട്ടപ്പുറത്ത് നിന്നിട്ട് വാട്സാപ്പ് അയക്കും. അപ്പം ഞാൻ പറയും, വൈശാഖ് ഞാനിവിടെ ഉണ്ട്, വൈശാഖ് എനിക്കൊന്ന് പറഞ്ഞതാ അല്ലെങ്കിൽ ഒന്ന് കാണിച്ച. ഇല്ല വേണ്ട, ഞാൻ വാട്സാപ്പ് അയക്കാം. വാട്സാപ്പ് അയക്കും. ഞാൻ ഈ ഇടയ്ക്ക് വിനീത് ശ്രീനിവാസന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു, അതിൽ സാറിന് മെൻഷൻ ചെയ്തിരുന്നു. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരു ബെഡ്റൂമിൽ ഇരുന്നിട്ടായിരുന്നു ഇതിന്റെ ലിറിക്സ് ഒക്കെ എഴുതുന്നുണ്ടായത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്, വൈശാഖ് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് വാട്സാപ്പിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാണ്, അപ്പം എനിക്ക് പറഞ്ഞു തരുന്നില്ല. അപ്പം വൈശാഖിനടുത്ത് നിന്ന് മാത്രം കിട്ടുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്, അപ്പൊ അതൊക്കെ വളരെ നല്ലതാണ്, അതൊക്കെ ഉപയോഗിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സെൻഡ് ചെയ്യും. ആ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു വർക്കിംഗ് വിത്ത് വിനീത് ശ്രീനിവാസൻ ആൻഡ് ഈ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു തരും. ഇത് നമ്മളെ മുമ്പേ കേട്ട് പരിചയിച്ചത് ഇപ്പോൾ വയലാർ ദേവരാജൻ മാഷ് അല്ലെങ്കിൽ ഭാസ്കർ മാഷൊക്കെ ഇരുന്ന് എഴുതുമ്പോൾ അവരൊരുമിച്ചിരുന്ന് അവരുടെ ആദ്യം പാട്ട് ഉണ്ടാവുന്നു, എഴുതുന്നു, അതിനുശേഷം സംഗീതം കൊടുക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയുന്ന രീതിയിൽ പണ്ടത്തെ പാട്ടുകളുടെ എത്രയും അർത്ഥസമ്പുഷ്ടമായ പാട്ടുകൾ ഉണ്ടാവുന്നത്, അതിലെ വരികൾക്ക് എന്തൊരു ജീവനാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ കാലം മാറുമ്പോൾ എല്ലാ രീതിയിലുള്ള മാറ്റങ്ങളും വന്നു. നമ്മളിപ്പോൾ ലാൻഡ് ഫോൺ അല്ലല്ലോ ഉപയോഗിക്കുന്നത്, മൊബൈൽ ഫോണ്, സൗകര്യങ്ങൾ, വീഡിയോ കോൾ, കത്തെഴുതുന്നവർ കുറവാണ്. ഇപ്പോൾ കത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കാലം മാറി. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഡോണുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, പിന്നെ അതുപോലെ ക്രിസ്റ്റോയോട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് ഇരിക്കാറൊന്നുമില്ല. ട്യൂണ് തരും, ഞാൻ എഴുതി കൊടുക്കും, കറക്ഷൻ ഉണ്ടെങ്കിൽ വീണ്ടും വാട്സാപ്പ് വഴി ചെയ്യും, എല്ലാം ഓൺലൈനാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാണാത്ത രീതിയിലാണ് പരിപാടികൾ. അപ്പോൾ വിനീതേട്ടൻ വിളിച്ചിട്ട് ഒരു ദിവസം എൻ്റെ പുതിയ സിനിമയിലേക്ക് പിന്നെ പാട്ട് വേണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ എൻ്റെ മൊത്തത്തിൽ ഞാൻ ആകെ സീറോ ആയിപ്പോയി. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ സംഭവം, വിളിക്കുന്നത് വിനീത് ശ്രീനിവാസൻ തന്നെയാണോ? ചിലർ സൗണ്ടൊക്കെ മാറ്റി വിളിക്കാമല്ലോ, അപ്പോൾ നമ്മളൊക്കെ വിനീത് ശ്രീനിവാസനൊക്കെ വിളിക്കും എന്നുള്ള ധാരണയില്ല. അപ്പോൾ അവിടെ പോയി, അപ്പോൾ സാധാരണ ഇതിൽ ഇവരെ കണ്ട് അതിൻ്റെ കഥയൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ നമ്മൾ ചെയ്തിട്ട് അയക്കാം, ഞാനങ്ങനെ വിചാരിക്കുന്നു, വാട്സാപ്പ് ചെയ്ത് അയക്കാം. അപ്പോൾ വിനീതേട്ടൻ പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആ റൂമിൽ നിന്ന് വിനീതേട്ടൻ എന്നോട് പറയണം നമുക്ക് തുടങ്ങാം. അപ്പോൾ വിനീതേട്ടൻ ആ ട്യൂൺ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ആകെ ഒരു വെപ്രാളം, എന്താണ് സംഗതി എന്നുള്ളതൊന്നും മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ആദ്യത്തെ 1-2 പേര് എഴുതിയിട്ട് ഓക്കെ അല്ലെങ്കിൽ വൈശാഖ് എന്നാൽ പിന്നെ നമുക്ക് അടുത്ത പരിപാടിയിൽ നോക്കാം. അപ്പം അങ്ങനെ ഇറങ്ങി പോകാൻ പെട്ടെന്നുള്ള രീതിയിലാണ് ആദ്യം ജീവിതകഥകളാണ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മൾ വിനീത് ശ്രീനിവാസനെ ആദ്യമായിട്ട് കാണുന്നു, പിന്നെ സിനിമാ നടൻ എന്നുള്ള രീതിയിലാണ് കൂടുതലായിട്ടും കാണുന്നത്. പിന്നെ ശ്രീനിവാസൻ്റെ മകൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ശ്രീനിവാസൻ. അപ്പോൾ ഒരു കഥാപാത്രം മുന്നിൽ ഇരിക്കുന്നതായിട്ടാണ്. എന്നോട് കഥയൊക്കെ പറഞ്ഞു തന്നു, എനിക്ക് ഓർമ്മയൊന്നുമില്ല, കഥയൊക്കെ കുറച്ച് പറഞ്ഞു തന്നു. അപ്പോൾ ഞാനിങ്ങനെ മുന്നിലിരിക്കുന്നത് കാണുന്നത്, എനിക്ക് തണ്ണീർമത്തനിലൊക്കെ ആ മാഷായിട്ട് വരുന്ന വിനീത് ശ്രീനിവാസനൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്, മൊത്തം ബ്ലാങ്ക് ആയിട്ട്, ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാനൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നീട് ഞാൻ എഴുതി. എനിക്ക് ചമ്മലുണ്ട്, എന്താണ്, കാരണം ഞാൻ മറ്റുള്ളവർക്ക് വർക്ക് ചെയ്തത് ഇങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റൂലല്ലോ, ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത്, എനിക്ക് പറ്റിയതാണ് എൻ്റെ രീതി. അപ്പം ഞാൻ എഴുതി പിന്നെ കൊടുത്തു. ഇപ്പം എനിക്ക് എഴുതുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനീതേട്ടൻ, എനിക്കിത് ക്രിഞ്ചായി പോവോ, കാരണം ചില വാക്കുകൾ വളരെ പഴഞ്ചനായി പോവുമോ, അല്ലെങ്കിൽ ഇതവിടെ വെച്ച് കഴിഞ്ഞാൽ മോശമായി പോവുമോ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എനിക്കിത് അയക്കുമ്പോൾ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ട്. ജീവിതഗാഥകൾ, ഈ ഗാഥ എന്നൊക്കെ പറയുന്ന വാക്ക് എനിക്ക് പറ്റുമോ, ഇത് ഓക്കെ ആണോ? അതുപോലെ അതിൽ കർണികാരങ്ങൾ എന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് ക്രിഞ്ചാവും, ഇത് ഓക്കെ ആണോ? അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് വിനീതേട്ടൻ അങ്ങോട്ട് അയക്കും. ഇതൊരു പിന്നെ ബെഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്ന കാര്യമായി പറയുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ടൈപ്പ് ചെയ്യുന്ന വിനീതേട്ടനെ കാണാം, ടൈപ്പ് ചെയ്യുന്നു, അത് ഡിലീറ്റ് ചെയ്യുന്നു, അത് പോകുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, വൈശാഖ നീ മനസ്സ് തോന്നുന്നത് എന്നോട് പറ, എനിക്ക് വേണ്ട ഞാൻ എടുത്തോളാം. അപ്പം അങ്ങനെ പല തവണയായിട്ട് ഏകദേശം എനിക്കൊന്ന് 2-3 മണിക്കൂർ കൊണ്ട് പരിപാടി ഓക്കെ ആയി. അപ്പോൾ വിനീതേട്ടൻ പറഞ്ഞു റെഡിയാണ്, ഓക്കെയാണ്, ഞാൻ മ്യൂസിക് ഡയറക്ടറെ കേൾപ്പിച്ചിട്ട് നാളെ വിളിക്കാം. രാവിലെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെയാണ്, റെഡിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇത് സംഗതി ഓക്കെ ആവും എന്നുള്ളത്. അപ്പോൾ അതാണ് എനിക്ക് മടി, വിനീതേട്ടൻ്റെ മുന്നിൽ ഇരുന്ന് ചെയ്യാനുള്ളൊരു മടി. മറ്റിപ്പോൾ രതീഷേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ രതീഷേട്ടനൊക്കെ പരിചയമുണ്ട്, മുന്നേ അറിയുന്ന ഒരാളാണ്, അവരുമായിട്ട് കണക്റ്റ് ആയി വരാനും എളുപ്പമായിരുന്നു, എനിക്ക് ബുദ്ധിമുട്ട് വന്നില്ല.
പക്ഷെ ഇങ്ങനെ ഞാൻ പറയാറുണ്ട്, പിന്നെ ഇവരോടൊക്കെ പറഞ്ഞിരുന്നു, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ചെയ്യുന്ന ഒരു വർക്ക് ആദ്യമായിട്ട്. അപ്പൊ അതിന്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഒരു പിന്നെ പാട്ട് നിർമ്മാണം എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു. പിന്നെ ഇതൊക്കെ പാടിക്കൊണ്ടേയിരിക്കും, അത് പാടിക്കൊണ്ടേയിരിക്കുമ്പോൾ അത് റെഡിയാവും. ചില വാക്കുകളൊക്കെ ഓക്കെ, പഴയ മലയാളം പദങ്ങളാണെങ്കിൽ പോലും എല്ലാ ആൾക്കാരും അത് കയ്യിലെടുത്തു. കൂടെ വരുമ്പോ പിന്നെ ചിത്ര ചേച്ചിയുടെ വോയിസിൽ അത് വരുമ്പോൾ വലിയ സന്തോഷമായി അത്. അപ്പോൾ പിന്നെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മൾ ആദ്യം മിക്കവാറും ടോണ് വരുന്നു, അതിന് ശേഷം വരികൾ വരുന്നു. ഇപ്പോൾ സുരേഷിൻ്റെയും സുമലതയുടെ ഒക്കെ പാട്ടിലൊക്കെ കുറച്ചൊക്കെ നമുക്ക് എഴുതാനുള്ളൊരു ഫ്രീഡം രതീഷായിട്ട് തന്നിരുന്നു. അത് നീ എഴുത്, കാരണം അങ്ങനെയുള്ള വാക്കുകൾ വേണം, കുറേ കൂടി കൊളോക്കിയലായിട്ടുള്ള സാധനങ്ങൾ വേണം. ഈ ചങ്കുരിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു പയ്യന്നൂർക്കാരന് മാത്രം അറിയുന്നൊരു സ്ഥലമാണ്. അങ്ങനെയുള്ള വാക്കുകളാണ്. ചങ്കുരിക്കുക, തേങ്ങ ഉരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഉരിക്കുമ്പോൾ തന്നെ തേങ്ങക്ക് ഉണ്ടാവുന്നൊരു വേദന നമ്മൾ ആലോചിച്ചു. അതിന് ഇങ്ങനെ അതുപോലെ ചങ്കുരിച്ചു കഴിഞ്ഞാൽ, അതായത് കാമുകി പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന മാനസിക വേദന, അതായത് ഹൃദയത്തിന്റെ മുകളിൽ ഒരു കല്ലെടുത്ത് വെക്കുന്ന വേദന ഉണ്ടാവും എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ചങ്കുരിക്കുന്ന ഒരു വേദന അത്ര വലിയ വേദനയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ചങ്കുരിച്ചാൽ. പിന്നെ ചങ്കുരിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങളുടെ നാട്ടിലുണ്ട്. അവിടെ ആൾക്കാരൊക്കെ പല വിഷമങ്ങളും ആയി ബന്ധപ്പെട്ട് അവിടെ പോയി ആത്മഹത്യയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമായിട്ട് അതിനെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി കണക്ട് ചെയ്തിട്ടാണ് അത് വരുന്നത്, അങ്ങനെ വരുന്നത്. ബേസിക്കലി സിറ്റുവേഷൻ തന്നിട്ട് നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കും. ഓക്കെ സാർ, പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ സാറിന് കിട്ടിയ അവാർഡ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് സാറിനെ നോക്കിയപ്പോൾ APJ അബ്ദുൽ കലാമിൻ്റെ അടുത്തുനിന്ന് വരെ സാറിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മറ്റ് കലാലയ പുരസ്കാരങ്ങളും ലഭിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ എൻ്റെ പിന്നെ സ്റ്റുഡൻസിനോട് പറയും, കുട്ടികളോട് പറയും, ഇനി ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണത്. കാരണം അബ്ദുൽ കലാമിൻ്റെ കയ്യിൽ നിന്ന് ഇനി ആർക്കും അവാർഡ് കിട്ടൂല. അപ്പോൾ ഇത് ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ സാഹിത്യ പ്രതിഭ എന്ന് പറയുന്ന ആ സമയത്ത് ഞാൻ കവിതകളൊക്കെ എഴുതി മാതൃഭൂമിയിലൊക്കെ വന്നത് ബ്രണ്ണനിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ അവിടെ ഒരു കലാലയ കവിത അവാർഡ്, AN പ്രദീപ് കുമാർ കലാലയ കവിത അവാർഡ്, ബ്രണ്ണനിലെ പഴയ പിന്നെ യൂണിയനിലൊക്കെ വർക്ക് ചെയ്ത AN പ്രദീപ് കുമാറിൻ്റെ പേരിൽ അവർ നടത്തുന്നതാണ്. അപ്പോൾ അതെനിക്ക് കിട്ടിയിരുന്നു ആ സമയത്ത്, ഓയലിച്ച എന്ന് പറയുന്നൊരു കവിതയ്ക്ക്. അപ്പോൾ ആ പേരിൽ പയ്യന്നൂർ കോളേജിൽ ഒരു മാഗസീനും, ഞാൻ മാഗസീൻ്റെ എഡിറ്ററായിട്ടുണ്ടായിരുന്നു, മാഗസീൻ എഡിറ്റർ. അപ്പോൾ അങ്ങനെയാണ് ആ കവിതയിലേക്ക് വരുന്നത്. പിന്നെ ആ കവിത വന്നതിന് ശേഷമാണ് പിന്നെ അബ്ദുൽ കലാം സാർ നമ്മുടെ കോളേജിലേക്ക് വരുന്നു. അപ്പോൾ കോളേജിൻ്റെ 125 വാർഷികവും മറ്റോ ആയി ബന്ധപ്പെട്ട് അപ്പോൾ കോളേജ് നോമിനേറ്റ് ചെയ്യാണ് സാഹിത്യത്തിൻ്റെ മേഖലയിൽ നിന്ന് വൈശാഖിനെ, അങ്ങനെ സ്പോർട്സിൻ്റെ മേഖലയിൽ നിന്ന് 3 കുട്ടികൾക്കാണ് അങ്ങനെ അവാർഡ് എടുക്കും. അപ്പോൾ അത് ജീവിതത്തിലെ ഒരു വല്ലാത്തൊരു മൊമെൻ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ വലിയ ഫോട്ടോ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാറിനെ കൈ കൊടുക്കുന്നു, തണുത്ത കൈയാണ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് കൈ കൊടുക്കുന്നു, അവിടുന്ന് ഒരു സമ്മാനം തരുന്നു, പിന്നെ ഒരു അഭിനന്ദനം കിട്ടുന്നു. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ്. അപ്പോൾ അത് കാരണം അദ്ദേഹത്തിൻ്റെ ആത്മകഥയൊക്കെ ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രപതി എന്നുള്ള ഉപരി അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹം യുവാക്കളോടും കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം. അപ്പോൾ പണ്ട് ഗാന്ധിജിയെ തൊട്ടു എന്ന് ബഷീർ അമ്മ എന്ന് പറയുന്ന കഥയിൽ ഗാന്ധിജിയെ തൊട്ട അനുഭവം പറയുന്നുണ്ട്. അതുപോലെ പിന്നെ കലാമിനെ തൊട്ട ആ കൈ, ഞാൻ വല്ലാത്ത രീതിയിൽ ആ കൈയെ വല്ലാത്ത രീതിയിൽ അതിനെ ഓമനിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ. അപ്പോൾ അതാണ് ഞാൻ പിന്നെ ലിറ്റിൽ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ, അപ്പൊ അതിലൊക്കെ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അത് വല്ലാത്തൊരു നിമിഷമായിരുന്നു അത്. സാർ, അപ്പം സാർ ടീച്ചറാണ് ബൈ പ്രൊഫഷൻ. സാർ മലയാള അധ്യാപകനാണ്. നമ്മളെ കണ്ണൂരിലെ സ്വന്തം സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപകനാണ്. അപ്പം സാറിന്റെ കുട്ടികൾക്ക്, അതായത് സ്കൂൾ കുട്ടികൾക്ക് ഭയങ്കര ഒരു പ്രൗഡായിരിക്കില്ലേ? അതായത് എൻ്റെ സാറ് ഇന്ന സിനിമയിൽ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് അവർക്കൊരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കും. മാത്രമല്ല അവർക്ക് നല്ലൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ മലയാളം ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരുപാട് കവിതകളും കഥകളും ഒക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ സാറിന് കൃത്യമായിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ടാവില്ലേ? എനിക്ക് ഞാൻ ഈ പ്രൊഫഷൻ, ടീച്ചിങ് പ്രൊഫഷൻ തിരഞ്ഞത് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അത്രയും എനിക്ക്, കാരണം വഴിതെറ്റി വന്നതേ അല്ല. കാരണം ഞാൻ മലയാളം പഠിച്ച് അധ്യാപകനാവണമെന്ന് ആഗ്രഹിച്ചു വന്നതാണ്. ചില ആൾക്കാരൊക്കെ പറയും ഞാൻ ഇങ്ങനെ അങ്ങ് വന്നു പോയതാണ്. അങ്ങനെയല്ല, ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ ആഗ്രഹങ്ങൾ ചോദിക്കുന്ന സമയത്ത് ടീച്ചർ ആവണം എന്ന് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഇപ്പോൾ ടീച്ചർ ആവണമെങ്കിൽ ഒരുപാട് പഠിക്കണം, ഡിഗ്രി, PG, അത് കഴിഞ്ഞ് B.Ed, ഒരുപാട് ലെങ്തി ആയിട്ട്. പൊതുവെ ആൺകുട്ടികൾ ഈ മേഖലയിൽ വരുന്നുമില്ല. കുറേ ടീച്ചർമാരാണ് ഇപ്പം, ലേഡി ടീച്ചർമാരാണ് കൂടുതൽ.
അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതായതുകൊണ്ട് എനിക്ക് ഇതിനോടൊരു മടുപ്പ് തോന്നാറേ ഇല്ല. എത്ര സമയം ക്ലാസ് എടുത്താലും ഇനി കുട്ടികൾക്ക് എത്ര നേരം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ വലിയ മടുപ്പൊന്നുമില്ല. ഇഷ്ടത്തോടെ ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് നമുക്കതൊരു ബേർഡനായിട്ട് തോന്നാറേ ഇല്ല. പിന്നെ നമുക്കറിയാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. പുതിയ കാലത്തെ കുട്ടികളാണ്, അവരുടെ പിന്നെ ഭാഗം എന്താണ്, അവരുടെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. കാരണം ഒരു ക്ലാസ്സിൽ നിന്ന് ക്ലാസ് എടുക്കും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള കുട്ടികളുടെ അഭിപ്രായം, കാരണം അവരുടെ മുഖത്തുനിന്ന് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട് 4 പേര്, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ കോട്ടുവായി ഇടുന്നതിനെ കുറിച്ചാണത്. അപ്പോൾ ഒരു കുട്ടി പറയാണ്, ഞാൻ കോട്ടുവായി ഇടുമ്പോൾ സാറ് ക്ലാസ് നിർത്തണം, എൻ്റെ മുന്നിൽ സാറ് തോൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് സാറിനെ തോൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും പണി, ആ ക്ലാസ്സിലെ ഒരു 50 കുട്ടികളും കോട്ടുവായിട്ട് കഴിഞ്ഞാൽ പിന്നെ സാറിന് അവിടെ നിൽക്കാൻ പറ്റില്ല, സാർ അവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ക്ലാസ് റൂമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇത്രയും എനർജിയുള്ള കുട്ടികൾ, അവരുടെ എക്സ്പ്രഷൻ പെട്ടെന്ന് കിട്ടും. നമ്മളൊരു സിനിമ കണ്ട് അപ്പം തന്നെ നമ്മൾ പറയില്ല സിനിമ കൊള്ളൂല. അപ്പോൾ കുട്ടികളുടെ മുഖത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും കൊള്ളുമോ ഇയാളോ ഒക്കെ ആണോ എന്നുള്ളത് പെട്ടെന്ന് കിട്ടുന്നതാണ്. പിന്നെ നമുക്കത് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ടീച്ചർ ആവരുത്. കാരണം ആ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇയാൾക്ക് ഇത് ഇഷ്ടമല്ലാതെ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് മലയാളത്തോട് വല്ലാത്ത വെറുപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കുട്ടികൾ വായിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് ആ ടീച്ചറുടെ ഒരു പ്രേരണ ഉണ്ടായിരിക്കും. നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോഴൊക്കെ നമ്മൾ പിന്നെ എഴുതിയതൊക്കെ പാട്ടൊക്കെ ആയിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് സന്തോഷമാണ്. കുട്ടികൾക്ക് ഈ പിന്നെ ബാങ്കി പോലുള്ള പാട്ടുകളാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം അവരുടെ കുറച്ച് പ്രായമാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ പക്ഷെ കൂടുതലും അവർക്ക് പിന്നെ 18+ ഉണ്ട് ഒരു കല്യാണ പാട്ട്, അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് അടിച്ചുപൊളി പാട്ടുകളാണ് കുട്ടികൾക്ക് അത് അവരൊക്കെ പറയുന്നത് കേൾക്കാം. ചിലപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ പുതിയ പാട്ട് എന്താണ്, നമ്മൾ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഒക്കെ കുട്ടികൾ പറയും ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ കുട്ടികൾ പറയും. അപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടികൾ ഡാൻസ് കളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. സന്തോഷമാണ്, ഹാപ്പിയാണ്. അപ്പൊ സാറിന്റെ ഫാമിലിന്റെ സപ്പോർട്ട് എത്രത്തോളാണ് സാറിന്റെ ഈ പ്രൊഫഷനിലും അതുപോലെ തന്നെ ഈ പാഷനിലും? തീർച്ചയായിട്ടും എൻ്റെ പിന്നെ അങ്ങനെ കലാരംഗത്തുള്ളൊരു ഫാമിലി അല്ല എൻ്റേത്. അച്ഛനായാലും അമ്മ അംഗൻവാടി ടീച്ചറാണ്, അച്ഛൻ ഗൾഫിലായിരുന്നു, പിന്നെ നാട്ടിൽ വന്ന് നാട്ടിൽ കൃഷിയും പരിപാടിയൊക്കെ. അപ്പോൾ നന്നായിട്ട് തമാശ പറയാൻ അച്ഛനും അമ്മയായിട്ട് അറിയാം. അവരുടെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ നന്നായിട്ട് തമാശ പറയും, തമാശ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ മക്കളുടെ കാര്യത്തിൽ അങ്ങനെ അങ്ങ് ഇടപെട്ട് നിങ്ങളിത് ചെയ്യണം അത് ചെയ്യണം എന്നൊന്നും പറയില്ല. എന്താണ് ഇഷ്ടം അത് ചെയ്തോ, നിങ്ങൾക്ക് മലയാളം പഠിക്കണം, മലയാളം ടീച്ചറാവണം, പോയിക്കോ മലയാളം പഠിച്ചോ. ഇല്ലാതെ അവരുടെ ഇഷ്ടങ്ങളെ നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുട്ടികളോട് പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടമുള്ളത് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ സക്സസ് ആവാൻ പറ്റൂ. അല്ലാതെ ആരോ നിർബന്ധിച്ച് ചെയ്യുന്നതിൽ നമുക്ക് എന്തായാലും ഷൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ഭാര്യ നവ്യ, സഹോദരൻ അനുരാഗ്, അവനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. ഭാര്യ പിന്നെ ചിത്രം വരക്കും, ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ പഠിക്കും, കലാരംഗത്താണ്. ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്തതാണ്, അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ മേഖലയിലാണ് പുള്ളിക്കാരി കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുന്നത്. അങ്ങനെ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഫാമിലി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാറിന്റെ അപ്കമിങ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? അതാണ് നമുക്ക് ഇനി കൂടുതൽ അറിയേണ്ടത്. ഇത് ഒരു കാലത്ത് വലിയ പിന്നെ ആദ്യത്തെ പാട്ടൊക്കെ എഴുതുമ്പോൾ പിന്നെ ആൾക്കാർ പിന്നെ ചോദിക്കാൻ അടുത്ത പരിപാടി. അപ്പൊ അടുത്ത പരിപാടി നമുക്ക് പറയാനില്ലെങ്കിൽ വലിയ പ്രശ്നം, അങ്ങനെ പറയും ചർച്ചയിലാണ്, അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളെ തേടി വർക്ക് വരുന്നത്. ഇപ്പോൾ വിനീതേട്ടൻ്റെ കാര്യമായാലും വിനീതേട്ടൻ നമ്മളെ വിളിക്കുന്നു എന്ന് പറയുന്നത് എന്നെ പോലെ ഉള്ള ഒരാൾക്ക് വലിയ ഇതാണ്. കാരണം നമ്മൾ കൊച്ചി ബേസ്ഡായിട്ട് താമസിക്കുന്ന ആൾക്കാരല്ല, സിനിമയായിട്ട് അങ്ങനെ എഴുകിച്ചേർന്ന ആൾക്കാരുമല്ല. ഇത് നമ്മുടെ വർക്കുകൾ ഇവിടെ നിന്നൊക്കെയോ കണ്ട് അവിടെ എത്തുന്നുണ്ട്. വിനീതേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, എനിക്ക് വേണ്ട ആൾക്കാരെ ഞാൻ കണ്ടെത്തി വിളിക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വിനീത് ശ്രീനിവാസൻ, കാരണം അതിൽ 3 പാട്ടുകളുണ്ട് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അതിന് എന്നെ വിളിച്ചു എന്ന് പറയുന്ന വലിയ കാര്യം. അപ്പോൾ ഇനി വരാൻ പോകുന്നത് മെയ് 16 സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. മലയാളത്തിൽ ഏറ്റവും വലിയ പേര്, ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും വലിയ പേര് അതാണ്. പ്രതീക്ഷന്റെ ടീമിൽ നിന്ന് തന്നെ വീണ്ടും ഒരു സിനിമ വരുന്നു. അതിൽ അത്യാവശ്യം കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത്
എനിക്കത് പറയുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷമുണ്ട്. മമ്മൂട്ടിയുടെ ഓക്കെ ടെർബോ മെയ് 23 റിലീസാണ്. അപ്പോൾ മമ്മൂക്ക കമ്പനിയാണത് ചെയ്യുന്നത്, മമ്മൂട്ടി കമ്പനിയാണ് ചെയ്യുന്നത്. മ്യൂസിക് ചെയ്യുന്നത് ക്രിസ്റ്റോ, ബ്രഹ്മയോഗമൊക്കെ ചെയ്യുന്നത്. സുരേഷിൻ്റെയും സുമലതയും ഡോണാണ് ചെയ്യുന്നത്. ഡോണുമായിട്ട് നല്ലൊരു കൂട്ടുണ്ട്. അപ്പോൾ ഇത് ക്രിസ്റ്റോ ചെയ്യുന്നു. പിന്നെ മന്ദാകിനി എന്ന് പറയുന്നൊരു സിനിമ അൽത്താഫും അനാർക്കലിയാണ്. മന്ദാകിനി റിലീസാവുന്നു. അതുപോലെ തന്നെ കുണ്ടല പുരാണം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻസ് നായകനായ ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അത് മെയ് ലാസ്റ്റ്. അതുപോലെ അന്ത്രൂദ് മാൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, ശിവകുമാർ കാങ്കൂലി ചെയ്ത പയ്യന്നൂർ എന്നുള്ളൊരു സിനിമയാണ്. അത് മെയ്യിൽ തന്നെ റിലീസ് ചെയ്യാൻ പ്ലാനുണ്ട്. ജൂണില് പിന്നെ ഗിർ എന്ന് പറഞ്ഞിട്ട് കുഞ്ചാക്കോ സുരാജും കുഞ്ചാക്കോ എന്നുള്ള ഒരു സിനിമ ആയിരുന്നു. എസ്രയുടെ ഡയറക്ടറാണത്. അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയാണ്. അതിലുണ്ട്, അതിൽ ഡോണാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പൊ ഇവരുമായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. പിന്നെ അത്യാവശ്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 1-2 പരിപാടികളൊക്കെ ഉണ്ട്. രാജേഷ് മാധവൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പെണ്ണും പൊറാട്ടും എന്ന് പറയുന്ന സിനിമയുണ്ട്. നമ്മുടെ സുരേഷിന്റെ സുമലതയിലെ നായകനായിട്ടുള്ള രാജേഷ് മാധവൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന പരിപാടികളാണ്. അപ്പൊ സാർ ഇതുപോലെ ഇനിയും ഒരുപാട് സിനിമകളിലും അതുപോലെ തന്നെ മ്യൂസിക്കൽ ആൽബംസിലും ഒക്കെ സാറിന്റെ പേര് നമുക്ക് തിയേറ്ററിലൊക്കെ കാണാൻ സാധിക്കട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് സർ, ആൻഡ് താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ ടൈം ഫോർ ദിസ് ഇന്റർവ്യൂ. ഞാനും ഭയങ്കര അധികം ഗ്രേറ്റ്ഫുൾ ആണ് സാറിന് വിളിക്കാൻ സാധിച്ചതിൽ. ഒന്നാമത് നമ്മളൊരു കണ്ണൂർക്കാരനെ വിളിക്കുമ്പോൾ നമുക്ക് നാടിന്റെ ഒരു അഭിമാനം നമുക്കൊന്നുണ്ട്. പിന്നെ സിനിമ ഫീൽഡിൽ ഇത്രയധികം ഫേമസ് ആയിട്ടുള്ള ഒരാളെ വിളിക്കുമ്പോൾ അതിലും ഒരു ഭയങ്കര അഭിമാനമുണ്ട്. താങ്ക് യു സർ. സന്തോഷം. അപ്പോൾ ടോക്ക് വിത്ത് ജോയുടെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ അടിപൊളി ഗസ്റ്റുമായിട്ട് ടോക്ക് വിത്ത് ജോയുടെ പുതിയ എപ്പിസോഡ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുൻപ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.